ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല എരിവുള്ള ഒരു ക്രിസ്പി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ 5 ചെറിയ പൊട്ടറ്റോയാണ് എടുത്തത്. വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ആയാലും മതി. അപ്പോൾ പൊട്ടറ്റോയുടെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പൊട്ടറ്റോ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പൊട്ടറ്റോയിൽ സ്റ്റാർച്ച് ഉണ്ടാവും, അപ്പോൾ അതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയണം കേട്ടോ. വെള്ളമില്ലാതെ വേണം നമ്മളിനി പൊട്ടറ്റോ എടുക്കാൻ. അപ്പോൾ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചൊക്കെ ഒരു നനവുണ്ടാവും കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദയാണ്. പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മതിയിട്ട് അത് ഉണ്ടാക്കാൻ. പിന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചേരുവകൾ മതി കേട്ടോ. ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, അത് നല്ല നനവായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ പൊട്ടറ്റോയുടെ നനവിലാണ് നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുത്തത്. ഇനി നമുക്ക് കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് കാട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് അങ്ങനെ ആക്കിയെടുക്കാം. കുഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വലുതായിട്ട് ഉള്ളിവടയുടെ ഷേപ്പിലൊക്കെ പരത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഷേപ്പിൽ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന സ്നാക്കാണ് കേട്ടോ. കറുമുറ ഇരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും പൊട്ടറ്റോ ഉണ്ടാവില്ലേ. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കേണ്ട താമസം നമ്മുടെ കുട്ടീസ് പ്ലേറ്റ് കാലിയാക്കി തരും, അത് ഷുവറാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല സ്പൈസിയാണ്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം കേട്ടോ. ഞാൻ നല്ലപോലെ പച്ചമുളക് ഇട്ടതുകൊണ്ട് പിന്നെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. പുറമെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്